സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ഡിനി. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സ് മുഴുവൻ സങ്കടങ്ങളും വിഷമങ്ങളാണ്. ഒട്ടുമിക്ക ആൾക്കാരിലും പലവരും ചിന്തിച്ചു കൂട്ടുന്നത് കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റി സങ്കടപ്പെട്ട് വിഷമിച്ച് ജീവിക്കുന്നവരാണ്. കുറച്ച് ആൾക്കാരൊക്കെയോ വരാനിരിക്കുന്നത് നമ്മുടെ ജീവിതം എങ്ങനെ പോവും, ഇങ്ങനെ എങ്ങനെയാവും എന്നൊന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ട് ജീവിക്കുന്നത്. വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ സന്തോഷമാണെങ്കിൽ സന്തോഷവും സങ്കടമാണെങ്കിൽ സങ്കടമായിട്ട് ജീവിക്കുന്നത്. നമ്മൾ കൊച്ചു പിള്ളേരെ കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതത്തിൽ അവർ എപ്പോഴും സന്തോഷവാനോ അല്ലെങ്കിൽ അവർ ജീവിക്കുന്നത് ഏത് സാഹചര്യമാണോ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് പോകുന്ന ഇതാണ് കൊച്ചു പിള്ളേർ. അവരുടെ ജീവിതത്തിൽ അവർ കഴിഞ്ഞതിനെ പറ്റിയോ വരാനിരിക്കുന്നതിനെ പറ്റിയോ ഒന്നും ചിന്തിക്കണില്ല. അപ്പം എന്താ നടക്കണേ? ആ ജീവിതം അവർ ആസ്വദിച്ച് സന്തോഷിച്ച് ജീവിക്കുകയാണ്. അവരൊന്ന് വീണു കരയാണ്, കരഞ്ഞു കഴിഞ്ഞിട്ട് അവർ അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു, ഒന്ന് തട്ടി കുടഞ്ഞു എഴുന്നേറ്റ് വീണ്ടും കളിക്കാൻ പോവാണ്. അത് ഞാൻ വീണു കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേദന എടുത്തു എന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ആരെങ്കിലും വന്ന് പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരി പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവർ കളിക്കാൻ പോണ്. പക്ഷെ നമ്മളൊക്കെ വലുതാവും തോറും വീണ കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് ഫുൾ നേരം കരഞ്ഞുകൊണ്ടിരിക്കണം. അതിനെപ്പറ്റി ഓർത്തിരിക്കണം. ഞാൻ വീണു, എനിക്ക് പരിക്ക് പറ്റി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ സങ്കടങ്ങൾ മാറാത്തതിൻ്റെ പല കാരണങ്ങളും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടുമെന്ന് എല്ലാവരും വിചാരിക്കണം. പക്ഷെ പലവരുടെ ജീവിതത്തിലും സങ്കടങ്ങൾ പറയാൻ ആരുമില്ല. ആരോട് നമ്മുടെ സങ്കടങ്ങൾ പറയും? ചിലവരുടെ ജീവിതത്തിൽ വളരെ ചുരുക്കം ആൾക്കാരുടെ ജീവിതത്തിലാണ് അവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ ആൾക്കാരുള്ളൂ. ഒട്ടുമിക്ക ആൾക്കാരുടെ ജീവിതത്തിൽ അവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ ആൾക്കാരില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് എൻ്റെ വക ഒരു ഭയം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു റൂമിൽ ചെല്ലാം, കഥ കടയ്ക്കുക, ഫാൻ ഓൺ ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു പാട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആ റൂം നല്ല ശബ്ദമായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്നത് ആർക്കും ഒന്നും കേൾക്കാൻ പറ്റില്ല. നിങ്ങളുടെ സങ്കടങ്ങൾ ഒരാളോട് പറയണ പോലെ ആ റൂമിലിരുന്ന് പറഞ്ഞ് തീർക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കരയണമെന്ന് വെച്ചാൽ കരയുക. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങുക. നിങ്ങളൊരു 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്തു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി കിട്ടും. അപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നില്ല എൻ്റെ സങ്കടങ്ങൾ പറയാൻ ആരുമില്ല എന്ന് ഒരു ചിന്താഗതി ഉണ്ടാവില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം മറന്ന് ഉള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.